വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡിമാൻഡ് കപ്പിൾ. അപ്പോൾ ഇന്ന് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ സബീൽ പാർക്കിലേക്കാണ് പോകുന്നത്. അതായത് ദുബായ് ഫ്രെയിമിന്റെ തൊട്ടടുത്തുള്ള പാർക്കാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഫ്രെയിം കാണാൻ പോകും. ഇതാണ് ദുബായ് ഫ്രെയിം. അതായത് ഈ ദുബായ് ഫ്രെയിമിന്റെ ഇപ്പുറം പഴയ ദുബായ്, ഇതിനപ്പുറം പുതിയ ദുബായ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ തന്നെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഒരു പഴയ മോഡലിലുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ ഈ ഒരു സൈഡിലുള്ള. ഇപ്പൊ എല്ലാം പൊളിച്ച് പുതിയ ബിൽഡിംഗ്സ് ആക്കുന്നുണ്ട്. ഇപ്പോ ഈ സൈഡാണ് നമ്മൾ കാണുന്ന പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. ഈ ഒരു ഏരിയയിലാണ്. എന്റെ ബ്രദറിൻലോ ആണ്, എന്റെ അനിയൻ. ഇവൻ പറയുന്നത് ഇവിടെ വെച്ച് ഈ വീഡിയോ വേണ്ട, അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹരിതാപവും പച്ചപ്പുള്ള സ്ഥലത്ത് വേണം. പ്രകൃതിയാണ് അവൻ. പ്രകൃതി, വെറും പ്രകൃതി സ്നേഹി. മഴക്കാറിയാണ്, നമ്മൾ എപ്പോഴും ആ ഡ്രസ് കണ്ടില്ലേ? പ്രകൃതി. ഒന്നുകൂടെ ഹരിതാപവും പച്ചപ്പും വേണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ആരെടുക്കും? അച്ചു. അവൻ തിരിഞ്ഞു നിക്കുക, ഇങ്ങോട്ട് നോക്കാതെ. നമ്മുടെ ക്യാമറ ഉള്ള ആള്, നിനക്ക് ആരാധകരുണ്ട്, ക്യാഷ് ഉണ്ട്, ആരെങ്കിലും എടുക്കാം. അപ്പൊ അവന്റെ കാർഡ് വെച്ച് ഞാൻ എടുക്കും, ഇവന്റെ കാർഡ് വെച്ച് ഞാൻ എടുക്കും. ഇവിടെ ഇഷ്ടം പോലെ നല്ല സ്പേസ് ആണ് ബാർബിക്യൂ ഒക്കെ അടിക്കാൻ. അപ്പൊ നമ്മളെല്ലാ ഒരു ഏരിയയും മാക്സിമം പോകാൻ പറ്റും നോക്കാം. പക്ഷെ മെയിനായിട്ട് നമുക്ക് ഈ കേക്ക് അരിഞ്ഞു പോകുന്നതിന് മുമ്പ് കട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആദ്യത്തെ ടാർഗറ്റ്. ഇതിന്റെ ഈ അച്ചു പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാപവും കാണാം. അതാ പറയാ, നീ ആദ്യം മട്ടപ്പാവിൽ നിന്നിട്ട് കേക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഒഴിഞ്ഞോ കോണിൽ പോയിരുന്ന് കട്ട് ചെയ്യാം. ഒത്തിരി ആൾക്കാരുള്ളത് കട്ട് ചെയ്താൽ അവിടെ വന്നോടാ, ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. എന്നിട്ട് വാ. ഇവൻ പോവുകയാണ്. അദ്ദേഹം വളരെ ദൂരെയാണ് താമസിക്കുന്നത്. അപ്പൊ പോണോന്ന് പറഞ്ഞപ്പോ ക്യാമറ നോക്കി ടാറ്റ വരാൻ പോലും ഉള്ള ഒരു മനസ്സില്ലാത്ത ചെറ്റാണ്. അങ്ങനെ കറക്റ്റ് പിടിച്ച് നീ പൊക്കാൻ നോക്ക്, പറ്റുമോ? ഇതിലല്ലേ ഇടയ്ക്ക് ലൈറ്റ് ഷോ വരുന്നത്. ഇതിനെന്തോ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഒന്നാം രാഗം പാടി ഒന്നിലെ മാറ്റം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗം തേടുവതും രാഗം ദേവനുമനുരാഗിയാ
ഈ പാട്ട് എന്തിനാണ് ഇപ്പൊ പാടിയെന്ന് പറഞ്ഞു. ഇത് കാണുമ്പോ വടക്കുന്നാഥ ക്ഷേത്രമാണ് ഓർമ്മ. അതറിയില്ല. പിന്നെ തൃശ്ശൂർ കുറെ നാളുണ്ടായിരുന്നു, അതുകൊണ്ടാണോ അറിയില്ല. ക്ഷേത്രം എന്നല്ല, ഈ ദൂരെ കാണുമ്പോഴേ നമുക്കൊരു അമ്പലം കാണുന്ന ഒരു പ്രതീതിയാണ് മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ജപ്പാന്റെ എന്തോ സംഭവമാണ് ഒസാക്ക അല്ലേ? എന്തോന്നറിയില്ല, അങ്ങനെ എഴുതി വെച്ചിരിക്കും. അതിനെപ്പറ്റി വലിയ ധാരണ. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഒരു കറക്റ്റൊരു നമ്മളൊരു അമ്പലത്തിലൂടെ കുറച്ച് നാൾക്ക് മുന്നേ ഇത് ഇവിടെ പണിതെന്ന് തോന്നുന്നു. അല്ല, ആദ്യം നമ്മൾ ഇവർക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്നല്ലേ നമ്മൾ മറ്റേ റീലെടുത്ത് ആ ഹിന്ദി പാട്ടിൽ. അങ്ങനെ ഒരുപാട് റീലുകളും കാര്യങ്ങളും എടുക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഇവിടെ വരുന്നത് എടുക്കുന്നതെല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്രില്ലടിക്കാനും ഇവിടെ ബാർബിക്കൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അതിനെല്ലായിട്ടുള്ള സ്റ്റാൻഡുകൾ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ പൊതുവെ ആൾ കുറവാണ്. പക്ഷേ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ വരികയും വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വെച്ച് നടത്താറുണ്ട്. ഒരുപാട് അസോസിയേഷന്റെ കൂട്ടായ്മകൾ കാര്യങ്ങളെല്ലാം ഇതിൽ വെച്ച് നടത്താറുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് വരികയും ഇവിടെ വെച്ച് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും കഴിക്കുകയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വിശാലമായ വലിയ ഒരുപാട് കാണിക്കാനാണെങ്കിൽ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും, എല്ലാം ഒരേപോലെ ഇരിക്കണം. അതുകൊണ്ട് ഒരുപാട് തന്നെ നമുക്ക് നടന്ന് പോയി കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ നൈറ്റാണ്, എല്ലായിടത്തും ലൈറ്റിന്റെ സൗകര്യങ്ങളില്ല. പിന്നെ ആളുകൾ എപ്പോഴും ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്, കുട്ടികൾ കളിക്കുന്ന ഏരിയയിലൊക്കെയാണ് കൂടുതൽ ലൈറ്റ്സ് ഒക്കെ. അങ്ങോട്ടൊക്കെ നമ്മൾ പോയി നോക്കിയത് കുറേ ഏരിയയിൽ ഇപ്പോൾ ലൈറ്റുകൾ കുറവാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു കുട്ടികളുടെ ഒരു പാർക്ക്. പിള്ളേരൊക്കെ ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലൊരു സ്ഥലം. ലേറ്റ് ആയിട്ടോ ഇവിടെ കണ്ട് ഇത്രയും കാര്യങ്ങൾ അലൗഡ് അല്ലല്ലേ? ഇത്രയും കാര്യങ്ങളാണല്ലോ. ഈ ഗ്രൗണ്ടിൽ പിന്നെ നമുക്ക് പുഷ്പ കളിക്കാൻ പറ്റത്തില്ല, ചാർക്കോള് ഗ്രില്ലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാം, എല്ലാവരും വീഡിയോസ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ നോക്കി. ലൈറ്റാണ് മെയിനായിട്ട് പ്രശ്നം. പകൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം നമുക്ക് പരിമിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.